മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം നടത്തിയ അധിക്ഷേപ പരാമർശത്തെ തള്ളി ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ രംഗത്ത് വന്നു. പരാമർശത്തിനെതിരെ പ്രതിഷേധം ശക്തമായതിന് പിന്നാലെയാണ് PMA സലാമിന്റെ നിലപാടിനെതിരെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ രംഗത്ത് വന്നത്. വിമർശനങ്ങൾ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് പോകാൻ പാടില്ലെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഭരണകൂടത്തിന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ്. രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ അതൊക്കെ വേണം, അത് വേണ്ടതുമാണ്. രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപത്തിലേക്ക് പോകാൻ പാടില്ല. ഒരു നല്ല കാര്യമല്ല. പാർട്ടിയുടെ നയവും അത് തന്നെയാണ്. മുഖ്യമന്ത്രി എന്നല്ല ഒരു നേതാവിനെ കുറിച്ചും പൊതുപ്രവർത്തകർ പറയാൻ പാടില്ലാത്ത അധിക്ഷേപ സ്വരത്തിനെതിരെ മന്ത്രി PA മുഹമ്മദ് റിയാസും രംഗത്ത് വന്നു. അതിനെക്കുറിച്ച് അവരുടെ അഭിപ്രായം അത് തന്നെയാണോ? ഈ ഭാഷ തന്നെയാണോ അവരുടെയും ഭാഷ എന്നുള്ളത് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനും ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബും പറയട്ടെ. മുഖ്യമന്ത്രിയെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഉപയോഗിച്ച ഭാഷ, ആ ഭാഷയാണ് പാണക്കാട്ട് തങ്ങൾക്കും ശ്രീ PK കുഞ്ഞാലിക്കുട്ടിക്കും മുഖ്യമന്ത്രിയെ കുറിച്ച് പറയാനുള്ളത് എന്നുള്ളത് അവർ വ്യക്തമാക്കണം. പരാമർശത്തിൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്ന് CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇൻചാർജ് ജയൻ 24 പറഞ്ഞു. ഏറ്റവും അപലപനീയമായ രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റാണ് PMA സലാം നടത്തിയിട്ടുള്ളത്. ഒരു പൊതു ചടങ്ങിൽ വെച്ച് കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇത്തരത്തിലുള്ള അധിക്ഷേപം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ നിന്ന് വരാൻ പാടില്ലാത്തതാണ്. ഇത് തീർത്തും അപലപനീയമാണ്. ഇതൊന്നും ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യം. അതന്നെ അതിൻ്റെ പരാമർശങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിന്, ഒരു പുതിയ കാലത്തെ സമൂഹത്തിന് അംഗീകരിക്കാൻ പാടില്ലാത്ത രൂപത്തിൽ ആണും പെണ്ണും കെട്ടവൻ, ആണാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ലീഗിൻ്റെ നിലവാരം? അത് ലീഗിൻ്റെ ഒരു പൊതു നിലപാടാണ്. അവർ പറയുന്നത് ഇപ്പോൾ PK ബഷീർ ആയാലും അതേപോലെ തന്നെ KM ഷാജി ആണെങ്കിലും അവരൊക്കെ ഉയർത്തുന്ന പ്രശ്നങ്ങൾ എന്താ? ആ വിഷയങ്ങളൊക്കെ അവർ ഉയർത്തുന്നത് ഇത്തരത്തിലുള്ള പരാമർശങ്ങളാണ്. തീവ്രമായ വർഗീയമായ നിലപാട് അവർ സ്വീകരിക്കുന്നു. അത്തരത്തിലുള്ള സമീർ ബിൻ കരീം തിരൂരിൽ നിന്ന്. ശരിയാണ് സമീർ, പറയൂ കൂടുതൽ അപ്ഡേഷൻ ഈ വാർത്തയുടെ. PMA സലാമിന്റെ അധിക്ഷേപ പരാമർശവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്നത് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ പ്രതികരിച്ചത് CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ഇൻചാർജ് ജയനാണ്. അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയമായി ഒന്നും തന്നെ പറയാനില്ലാത്തത് മൂലമാണ് ഇത്തരത്തിൽ അധിക്ഷേപപരമായിട്ടുള്ള പരാമർശത്തിലേക്ക് മുസ്ലിം ലീഗ് കടക്കുന്നത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ജയൻ വ്യക്തമാക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് ആണെങ്കിലും അത് തന്നെയാണ് പറയുന്നത്. മുസ്ലിം ലീഗിന്റെയും പാണക്കാട് സാദിഖ് അലി തങ്ങളുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും നിലപാടാണോ ഇതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് ചോദിക്കുന്നു. എന്നാൽ പൂർണ്ണമായും PMA സലാമിന്റെ പ്രസ്താവനയെ തള്ളുകയാണ് മുസ്ലിം ലീഗ് നേതൃത്വം. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. ഈ ഭരണകൂടത്തിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ്. പ്രതിപക്ഷം അത് നിർവഹിക്കുകയും വേണം. എന്നാൽ അത് രാഷ്ട്രീയമായിട്ടുള്ള വിമർശനമാകാം. പക്ഷേ വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്കോ അത് പോകാൻ പാടില്ല. അത് ശരിയല്ല എന്നുള്ളതാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കുന്നത്. അത് മുസ്ലിം ലീഗിന്റെ നിലപാടല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ ദിവസം വാഴക്കാട് നടന്ന പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പൊതുസമ്മേളനത്തിലാണ് PMA സലാം ഇത്തരം ഒരു വിവാദ പ്രസ്താവന നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുരുഷനായ മുഖ്യമന്ത്രി നയിക്കുന്ന തമിഴ്നാട് ഇതിനോട് സഹകരിക്കുന്നില്ല. മമതാ ബാനർജി നയിക്കുന്ന സ്ത്രീയായിട്ടുള്ള മമതാ ബാനർജി നയിക്കുന്ന അവരും PM ശ്രീയോട് സഹകരിക്കുന്നില്ല. എന്നാൽ ആണും പെണ്ണും കെട്ട മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ഇതുമായി സഹകരിക്കുന്നത് എന്നുള്ളതായിരുന്നു PMA സലാമിന്റെ പ്രസ്താവന. അതിനെതിരെ വലിയ വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് സലാമിനെ തന്നെ തള്ളി രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ PMA സലാം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണത്തിനില്ല. അത് കഴിഞ്ഞു, അത് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് PMA സലാം വ്യക്തമാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.